ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് ഇക്കെബുക്രോ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോകാം കേട്ടോ. നമ്മൾ സ്റ്റീക്ക് ഹൗസിലാണ് പോകുന്നത്. അവിടെ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. നമ്മൾ യൂഷ്വലി ഓണം കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു മീറ്റപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് ഓണം കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് ബിസി ആയി പോയതുകൊണ്ട് നമ്മുടെ ആ മീറ്റപ്പ് കുറച്ച് ഡിലേ ആയി. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേന് എല്ലാവരും നാട്ടിൽ പോകും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ കിളി പാറിയൊരു അവസ്ഥയാണ് കേട്ടോ ഇന്ന് എൻ്റേത്. ഞാൻ ഇവിടെ നിന്ന് വലിയ കാര്യത്തിൽ ഇൻട്രോ ഒക്കെ പറഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ട്രെയിനിൽ കയറി 2 സ്റ്റോപ്പ് പോയതിന് ശേഷമാണ് ട്രെയിൻ മാറി കയറിയെന്ന് പോലും ഞാൻ അറിഞ്ഞത് കേട്ടോ. ഇതേ ട്രെയിനിൽ കാണും എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സിനെ കാണാതായപ്പോഴാണ് കേട്ടോ സത്യത്തിൽ എനിക്ക് വെളിവ് വീണത്. ഇല്ലെങ്കിൽ ഞാൻ ഈ ടോക്കിയോ മൊത്തം ഈ ട്രെയിനിൽ ഒരു റൗണ്ട് പോയേനെ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചു? ഈ ഇക്കെബുക്രോ സ്റ്റേഷനാണ് കേട്ടോ ലോകത്തിലെ 3rd ബിസിയസ്റ്റ് സ്റ്റേഷൻ. ഇനി ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് സ്റ്റേഷൻ്റെ റെക്കോർഡും ജപ്പാനിന് തന്നെയാണ്. അത് ഷിൻജുക്കു സ്റ്റേഷനാണ്. ഈ സ്ഥലം ഷോപ്പിങ്ങിനും ഡൈനിങ്ങിനും പറ്റിയ നല്ല ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ജപ്പാൻ്റെ ഫുഡ് കൾച്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്ന് ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ മതി. ഇവിടെ രാമൻ്റെ, സുഷി, ബാസ്, ബിയർ കിട്ടുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ജപ്പാൻ ഫുഡുകൾ കിട്ടുന്ന ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ആനിമേ സ്റ്റോർ ആയിട്ടുള്ള ആനിമേറ്റ് എന്ന് പറയുന്ന ഷോപ്പും ഇക്കെബുക്രോയിലാണ് കേട്ടോ സ്ഥിതി ചെയ്തിട്ടുള്ളത്. ജപ്പാനിലെ അക്കിഹബാര എന്ന് പറയുന്ന സ്ഥലവും ഈ ആനിമയ്ക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇക്കെബുക്രോ. നമ്മുടെ വരും വീഡിയോകളിൽ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അക്കിഹബാരയിൽ ആനിമേ സ്റ്റോഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ കൂടുതലും ജെൻസിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണുള്ളത്, അതായത് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പോലുള്ളത്. പക്ഷെ ഇവിടെ ഫീമെയിൽസിനെയും അട്രാക്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതാണ് ഇക്കെബുക്രോയുടെ സ്പെഷ്യാലിറ്റി. ഇവിടുന്ന് ഒരു ബാഗ് മേടിച്ചാലോ? ഇവിടെ ജപ്പാനിൽ ടോക്കിയോ, ഷിൻജുക്കു പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ 3D ബിൽ ബോർഡ്സ് ഉണ്ട് കേട്ടോ. എത്ര ബിസിയായിട്ട് ഇതിൽ നടന്നു പോകുന്നവരാണെങ്കിലും ഒരു മിനിറ്റ് അവിടെ ഒന്ന് പോസ് ചെയ്ത് ഇത് കണ്ട് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടായിരിക്കും എല്ലാവരും പോകുന്നത്. കഫേസും റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഒന്നും കൂടാതെ ഇവിടെ യമത, ബിഗ് ക്യാമറ പോലത്തെ ഇലക്ട്രിക്കൽ റീറ്റെയിലേഴ്സ് ഷോപ്സുകളും ഒരുപാടുണ്ട് കേട്ടോ. ഇനി കഫേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ സാധാരണ കഫേ കൂടാതെ ആനിമൽ കഫേ ഉണ്ട് കേട്ടോ. അതായത് ക്യാറ്റ്, റാബിറ്റ്, ഔള്, അങ്ങനെ കുറേ ആനിമൽസിൻ്റെ കഫേ ഈ ഇക്കെബുക്രോയിലുണ്ട്. ഇക്കെബുക്രോയിൽ മാത്രമല്ല ടോക്കിയോയിലും ഷിൻജുക്കുവിലും ഒക്കെ ഒരുപാട് ആനിമൽ കഫേസ് ജപ്പാനിലുണ്ട്. ഈ പോകുന്ന വഴിയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ആനിമേ, മാംഗോ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഈവൻ ഇതിലെ പാസ് ചെയ്ത് പോകുന്ന ബസ്സിൽ വരെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് പോകുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ ഞങ്ങളുടെ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇതിൻ്റെ 7th ഫ്ലോറിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ 7 പേരുള്ളത് കൊണ്ട് ഓൾറെഡി ടേബിൾ റിസർവ്ഡും ആണ്. പിന്നെ ഞാനൊന്ന് വഴിതെറ്റി കയറിപ്പോയ കുഞ്ഞാടായതുകൊണ്ടാണ് ഞങ്ങൾ 3 പേരും ലേറ്റ് ആയത്. ഇവർ 2 പേരും എന്നെ കാത്ത് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതാണ് ഇവരും എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഹാലോവീൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഇവർ ചെറിയ പംകിനൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റും ഫുള്ളൊരു ഹാലോവീൻ തീമിലാണ് ഇവരിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഹൈ ഹൈ ഹൈ. പിയ, ചെറി, പിന്നെ സ്ട്രോബെറി സ്മൂത്തി. ഏതാ ചേച്ചി ഇന്ന് വേറെ ഫുഡ് കഴിക്കുന്നില്ലേ ചേച്ചി? ഇത് മാത്രമേ ഉള്ളൂ? ഇത് ഒരാൾക്കും ഇത് ലഞ്ചും ഡിന്നറൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വന്ന പാടെ തന്നെ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തു കേട്ടോ. ഇവർ കുറേ നേരം മുന്നേ വന്നതല്ലേ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞ് ആദ്യം കുറച്ച് സ്റ്റാർട്ടേഴ്സൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാവരും കൂടെ വന്ന് ഡ്രിങ്ക് എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക്
ബാക്കി ഫുഡും ഡ്രിങ്ക്സും ഒക്കെ വരുന്ന ഗ്യാപ്പൊന്നും വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ചുകൂടെ നമ്മുടെ സീനൊക്കെ ഒന്ന് കളറാക്കി. ഇതിന് വലിയ ടേസ്റ്റ് ഇല്ല. ഈ ഇരിക്കുന്ന സാധനം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ്ങും വൈറലും ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു അല്ലേ ഇത്, ബ്ലൂമിങ് അണിയൻ. ഇത് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കാനും പോകുന്നത്. സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഓൾമോസ്റ്റ് പടായി കേട്ടോ. ഇനി മെയിൻ കോഴ്സും ഡെസേർട്ട് ഐറ്റംസും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യാനുണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേനും ഇന്ന് ഇവിടെ തന്നെ വായ വിരിച്ച് കിടക്കേണ്ടി വരും. പുള്ളിയോട് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഇതൊക്കെ കഴിക്കോ? അല്ല 2, 3, 4 ഐറ്റമേ ഉള്ളൂ. അല്ല 4 ഐറ്റം വേണം. വേണ്ട. അപ്പൊ ഒരു ഐസ്ക്രീം. മെയിൻ കോഴ്സായിട്ട് ഞങ്ങൾ ചിക്കൻ സ്റ്റീക്ക്, സാൽമൺ ഗ്രിൽ, പെപ്പർ സ്റ്റീക്ക് വിത്ത് റൈസ് ഒക്കെയാണ് കേട്ടോ പറഞ്ഞത്. അതിനുശേഷം ഈ ഇരിക്കുന്ന ഒരു ഡെസേർട്ടും പറഞ്ഞു. ഞാൻ ഡെസേർട്ട് വേറെ ഓർഡർ ചെയ്തില്ല, കാരണം എനിക്കത് കഴിക്കാനുള്ള വയറുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡടിക്കൊക്കെ ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അഖില എന്നാണ് ആളുടെ പേര്. എല്ലാ വർഷവും ഞങ്ങളുടെ ഡാൻസിന് കയറുന്നതായിരുന്നു. പക്ഷെ ഈ വർഷം ആൾക്കൊരു കുഞ്ഞു വാവ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ആൾക്ക് ഞങ്ങളുടെ ഡാൻസിന് കയറാൻ പറ്റിയില്ല. അപ്പോൾ അഖിലേനെയും അഖിലയുടെ കുഞ്ഞു വാവേനെയും കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഹിഗാഷി കുർമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. ടോക്കിയോയിൽ നിന്ന് ഒരു 1 hour ജേർണി ഉണ്ട് ഈ സ്ഥലത്തേക്ക്. ഈ കാണുന്നതാണ് ആളുടെ വീട്. ടോക്കിയോയിൽ വീട് മേടിക്കോ പണിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് 3 നില വീടുകളാണ് കിട്ടുക. ഇത് കുറച്ച് ഉള്ളിലേക്കായതുകൊണ്ടാണ് 2 നില വീട്. അത് മാത്രമല്ല ടോക്കിയോയിലെ വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെയുള്ള വീടുകൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. ഞാനിവിടെ ജപ്പാനിൽ പോയിട്ടുള്ള കുറേ വീടുകളിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വീടും ഇൻറ്റീരിയറും ആണ് കേട്ടോ ഈ വീടിൻ്റേത്. ഞങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റും ടൈമും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വന്നത്. പക്ഷെ ഞങ്ങൾ ഈ വന്ന ദിവസം തന്നെ ആൾക്ക് 7 മാസം കംപ്ലീറ്റ് ആവുന്ന ദിവസമായിരുന്നു. അത് ഞങ്ങളുടെ ഈ വിസിറ്റിനൊരു ഇരട്ടി മധുരമായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും വീട്ടിൽ ചെന്നപ്പോഴാണ് അത് അറിഞ്ഞത്. അഖില ഓൾറെഡി കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോളെ നോക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് അഖിലയുടെ അമ്മ അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മോളുടെ 7th month ആയതുകൂടാതെ കൃഷ്ണ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പം മോളും കൃഷ്ണ ചേച്ചിയും കൂടെ ഒന്നിച്ചാണ് ഇന്ന് കേക്കൊക്കെ മുറിച്ചത്. ഞങ്ങളിവിടെ ഒരു 1 hour ഒക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കൂടെയുള്ള നിജി ചേച്ചിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ നിജി ചേച്ചിൻ്റെ വീട്ടിലൂടെ ഒന്ന് കയറി ചെന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് കരുതി. നമ്മുടെ ഓണവും ക്രിസ്മസും അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസ് ഒക്കെ ടോക്കിയോയിൽ നടക്കുന്നതുകൊണ്ട് ഇവരൊക്കെ എപ്പോഴും ആ ഭാഗത്ത് വരുന്നതാണ്. ഞങ്ങളൊക്കെ മിക്കവാറും മീറ്റ് ചെയ്യാറുമുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ സൈഡിലോട്ട് ഇവരുടെ വീട്ടിലോട്ട് അങ്ങനെ എപ്പോഴും വരുന്നതല്ല. അതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിലൊക്കെ കയറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഈ വീട്ടിലും ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞി വാവ. ആ വാവനെ കാണാൻ കൂടെയാണ് ഞങ്ങൾ ഇവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചത്. ഇതാണ് കേട്ടോ നുമ്മ പറഞ്ഞ നടൻ. ഇവളുടെ പേരാണ് ചിയ. അങ്ങനെ ഫ്രണ്ട്സിനെല്ലാം മീറ്റ് ചെയ്ത് മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. ഇനി അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.